गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। सदाशिवसमारम्भां शङ्कराचार्य मध्यमाम् अस्मदाचार्य पर्यन्तां वन्दे गुरुपरम्पराम्। शास्त्रं शारीरमीमांसा देवस्तु परमेश्वरः आचार्य शङ्कराचार्यो सन्तु मे जन्म जन्मनि। नारायणं आत्मभवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुकं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडगं वार्तिककारमन्यान् अस्मद्गुरून् सन्दतमानतोऽस्मि. എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ നമസ്കാരം. ഇവിടെ ഈ ദക്ഷിണാമൂർത്തി സ്തോത്രത്തിലെ ആദ്യ ശ്ലോകം വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം പശ്യന്നാത്മനി മായയാ ബഹിരിവോദ്ഭൂതം യഥാ നിദ്രയാ യസാക്ഷാത് കുരുതേ പ്രബോധ സമയേ സ്വാത്മാനമേവദ്വയം തസ്മൈ ശ്രീ ഗുരുമൂർത്തയേ നമൈദം ശ്രീ ദക്ഷിണാമൂർത്തയേ എന്ന ആദ്യ ശ്ലോകത്തിന്റെ അവതാരികയായി ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കി. ഇവിടെ ഈ ആത്മാവാണ് സകല ജഗത്തിൻ്റെയും അധിഷ്ഠാനം എന്ന് പറയുകയാണ്. അധിഷ്ഠാനം, ആശ്രയം എന്ന് പറയുന്നു. ഈ ആശ്രയം ഏത് തരത്തിലുള്ളതാണ് എന്നൊക്കെയാണ് ഇനി നാം മനസ്സിലാക്കേണ്ടത്. അതിനൊരു അവതാരികയാണ്. അതിനു മുമ്പ് ചില വസ്തുതകൾ മനസ്സിലാക്കണം. എല്ലാം പൂർവപീഠികയാണ്. കാരണം അദ്വൈതം എന്ന് പറയുന്നത് അനുഭവമാണ്. അനുഭവ പര്യവസായി ആയിട്ടുള്ള അനുഭവത്തിലേക്ക് എത്തുന്നത് വരെ എല്ലാം തന്നെ പരിശ്രമങ്ങളാണ്, പൂർവപീഠികകൾ മാത്രമാണ്. ഇപ്പൊ യോഗം എന്നൊരു വാക്കുണ്ട്. യോഗം, കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഹഠയോഗം ഒക്കെ ഉണ്ട്. ഈ യോഗം എന്ന വാക്ക് സാധാരണ ഇപ്പൊ യോഗ വളരെ വളരെ എന്താ പറയാ പ്രസിദ്ധമായിട്ടുള്ള ഒരു വാക്കാണ് യോഗ എന്നുള്ളത്. അതുമല്ല വാസ്തവത്തിൽ ഈ യോഗം എന്നുള്ളത്. അതൊക്കെ ചില ഈ ഹഠയോഗത്തിന്റെ ചില പ്രത്യേകതകൾ മാത്രമാണ്. ആസനങ്ങളും മറ്റ് പ്രാണായാമങ്ങളും എല്ലാമാണ്. യോഗം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക മനോഭാവമാണ്. യോഗ കർമ്മസു കൗശലം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. ഗീതയിൽ പറയും, ഭഗവത്ഗീതയിലുണ്ട്. ഗീത എന്ന് പറയുമ്പോൾ ഭഗവത്ഗീതയേ ഉള്ളൂ. അനവധി ഗീതകളുണ്ട്, എങ്കിലും ഗീത എന്ന് പറയുമ്പോൾ ഭഗവത്ഗീത മാത്രമാണ്. ഇപ്പോ രഘുകുലത്തിൽ ജനിച്ചവരെല്ലാവരും രാഘവനാണ്. എന്നാലും രാഘവൻ എന്ന് പറയുമ്പോൾ സാക്ഷാൽ ശ്രീരാമചന്ദ്രമൂർത്തി മാത്രം എന്ന് പറയുന്നത് പോലെ യോഗം എന്നാൽ പദത്തിന്റെ അർത്ഥം യുജ് എന്ന ധാതുവിൽ നിന്നുമാണ് അത് നിഷ്പന്നമാകുന്നത്. യോഗ എന്നുള്ള പദം, യോഗ ശബ്ദം ചേരുക എന്നാണ് അർത്ഥം. ചേർച്ച എന്നൊരർത്ഥമുണ്ട് യോഗത്തിന്, പദത്തിന്. അതായത് എന്നും ചഞ്ചലമായി കഴിയുന്നതായ, കറങ്ങി നടക്കുന്നതായ, ഭ്രമിച്ചു കഴിയുന്നതായ നമ്മുടെ മനസ്സിനെ നാം ബാഹ്യ വിഷയങ്ങളിൽ നിന്നും ഒതുക്കിക്കൊണ്ടുവന്ന, ബാഹ്യ വിഷയങ്ങളിൽ നിന്നും നിയന്ത്രിച്ചു കൊണ്ടുവന്ന, മനസ്സെപ്പോഴും ഇങ്ങനെ പുറത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ കറങ്ങി കറങ്ങി നടക്കുകയാണ്. ആ മനസ്സിനെ ഈശ്വരാഭിമുഖമാക്കുമ്പോൾ അതാണ് യോഗം വാസ്തവത്തിൽ. ഇത് ഒരു കർമാനുഷ്ഠാനത്തിൽ അനന്യ മനസ്കരായി കർമ്മം അനുഷ്ഠിക്കുമ്പോൾ ആ കർമ്മഫലം എന്താണെന്ന് ആശിക്കാതെ, കർമ്മഫലം അത് തരും, കർമ്മഫലം നൽകുന്നത് ഭഗവാനാണെന്നുള്ള ഉറപ്പ് ഉണ്ടായാൽ, ആ വിശ്വാസം, ഉറച്ച വിശ്വാസം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്
അത് കർമ്മയോഗമാകും. ഫലാഭിസന്ധി കൂടാതെ, ഫലകാമന കൂടാതെ, അതിനെയാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. നമ്മൾ അനുഷ്ഠിക്കുന്നതെല്ലാം വെറും കർമ്മങ്ങൾ മാത്രമാണ്. മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം വസ്തുതകളെയൊക്കെ നാം മനസ്സിലാക്കണം. ഇപ്പോ ഭഗവത്ഗീതയിൽ പറയുന്നു വിയോഗവും ഒരു യോഗമാണ് എന്ന് പറയുന്നു. അതെങ്ങനെ എന്ന് ചോദിച്ചാൽ, ദുഃഖത്തെ ഉപേക്ഷിച്ചാൽ എന്ന് പറഞ്ഞാൽ ദുഃഖചിന്തയെ ഉപേക്ഷിച്ചാൽ. കാരണം എപ്പോഴും നാം ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആയാൽ ദുഃഖം, ഇതായാൽ ദുഃഖം. എപ്പോഴും ആ ഒരു തരം എന്താ പറയുക, ദുഃഖത്തെക്കുറിച്ചുള്ളതായ ഒരു ചിന്ത, ഒരു തരം ആങ്സൈറ്റി എന്ന് പറയുമല്ലോ, ഓവർ ആങ്സൈറ്റി. ആ ദുഃഖചിന്ത ഉപേക്ഷിച്ചാൽ, ദുഃഖവിയോഗം സംഭവിച്ചാൽ അതും ഒരു യോഗമാണ് എന്ന് ഭഗവത്ഗീതയിൽ തന്നെ അതിന്റെ പ്രമാണം പറയുന്നുണ്ട്. തന്തു വിദ്യ ദുഃഖ സംയോഗ വിയോഗം യോഗസംജ്ഞിതം. തന്തു വിദ്യാത് ദുഃഖ സംയോഗ വിയോഗം. ദുഃഖ സംയോഗത്തിൽ നിന്നും വിയോഗം, ദ ഡിസ്ജങ്ഷൻ ഫ്രം ദി കൺജങ്ഷൻ ഓഫ് ദുഃഖ, അതാണ് യോഗം. തന്തു വിദ്യാത് ദുഃഖ സംയോഗ വിയോഗം യോഗ ഉച്യത്തെ എന്ന് ഒരു സ്ഥലത്ത് ഭഗവാൻ പറയുന്നു. അപ്പൊ ചിത്തത്തിന്റെ ഏകാഗ്രതയാണ് ഇവിടെ യോഗം എന്ന് പറയുന്നത്. ചിത്തം എപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, കറങ്ങിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ചിത്തമർക്കടം എന്ന് പറയുന്നത്. മനം ഒരു കുരങ്ങ് എന്ന് പറയാറുണ്ടല്ലോ. മനസ്സ് ഒരു കുരങ്ങിനെ പോലെയാണ്, എപ്പോഴും ഇങ്ങനെ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കും. ശാഖാമൃഗമാണ് കുരങ്ങ്. ശാഖാമൃഗം എന്ന് പറഞ്ഞാൽ ഒരു ശാഖയിൽ നിന്നും മറ്റൊരു ശാഖയിലേക്ക്, ഒരു കൊമ്പിൽ നിന്നും മറ്റൊരു കൊമ്പിലേക്ക് ചാടിക്കൊണ്ടിരിക്കും. ഇപ്പോ കർമ്മയോഗത്തിൽ നിന്നും ആരംഭിക്കണം നാം. കർമ്മയോഗം എന്ന് പറഞ്ഞാലോ, ഇപ്പൊ ഭഗവാൻ ശങ്കര ഭഗവത്പാദർ തന്നെ സോപാന പഞ്ചകത്തിൽ പറയുന്നുണ്ട്, വേദോ നിത്യമധീയതാം തതുചിതം കർമ്മ സ്വനുഷ്ഠീയതാം. കർമ്മങ്ങൾ രണ്ടു തരത്തിലാണ്. ലൗകിക കർമ്മം, അത് നാം ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഉപജീവനത്തിന് വേണ്ടി നാം ചെയ്യുന്നതെല്ലാം കർമ്മമാണ്. അതും ഒരു തരം കർമ്മയോഗ ബുദ്ധിയോടുകൂടി ചെയ്യാം നമുക്ക്. ഇവിടെ വേദോ നിത്യമധീയതാം, ഇവിടെ വൈദിക കർമ്മങ്ങളാണ് പറയുന്നത്. വിശേഷ ഫലം നൽകുന്നതായ വൈദിക കർമ്മങ്ങളെ കുറിച്ച് പറയുന്നു. ആ വൈദിക കർമ്മങ്ങൾ എങ്ങനെ? വേദോ നിത്യമധീയതാം, നിത്യം വേദം അധ്യയനം ചെയ്യുക. തതുചിതം കർമ്മ സ്വനുഷ്ഠീയതാം, അതിൽ പറഞ്ഞിട്ടുള്ളതായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. യജ്ഞാദികൾ, ആരാധനം മുതലായവ ചെയ്യുക, അനുഷ്ഠിക്കുക. തേന ഈശസ്യ വിധീയതാമപതിഥി, അതിന്റെ ഫലം ഭഗവാനിലേക്ക് സമർപ്പിക്കുക. അതാണ് യോഗം ഇവിടെ പറഞ്ഞു വന്നത്. കാമ്യേ മനസ്തജ്യതാം, കാമ്യകർമ്മങ്ങളാകുമ്പോൾ എപ്പോഴും ഫലത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും. കാമ്യേ മനസ്ത്യജ്യതാം എന്ന് തുടർന്ന് അങ്ങനെ പോകുന്നു. ഇതിൽ നിന്നും നാം മനസ്സിലാക്കുന്നത്, രാഗദ്വേഷമില്ലാതെ കർമ്മം അനുഷ്ഠിക്കണം എന്ന് ശാസ്ത്രം പറയുന്നു. അതാണ് കർമ്മയോഗം. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോ ഒരു ജഡ്ജ് ഒരു കുറ്റം ആരോപിക്കപ്പെട്ട ഒരു വ്യക്തിയെ അവിടെ വിചാരണ ചെയ്ത് അദ്ദേഹം തീർപ്പ് കൽപ്പിക്കുന്നു. അദ്ദേഹം വിധിന്യായം പ്രസ്താവിക്കുന്നു. വിധിന്യായം പ്രസ്താവിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ രാഗമോ ദ്വേഷമോ ഇല്ല. ഒരു പക്ഷേ ആ വിധി ചിലപ്പോൾ ക്രൂരമാണെന്ന് നമുക്ക് തോന്നാം, ഒരു അധികപ്പറ്റാണെന്നും നമുക്ക് തോന്നാം. പക്ഷേ അത് അത്തരത്തിലുള്ള ഒരു വിധിന്യായ പ്രസ്താവന ഒന്നുകിൽ ലോകക്ഷേമത്തിനായിരിക്കണം, ഒരു കറക്റ്റീവ് മെഷറാണത്, ലോകക്ഷേമത്തിനായിരിക്കണം. അല്ലെങ്കിൽ ആ കുറ്റവാളിയുടെ തന്നെ ഒരു മനസ്സംസ്കാരത്തിനായി, മനഃപരിവർത്തനത്തിന് ആയിരിക്കണം. ഇതാണ് ഈ പറഞ്ഞ രാഗദ്വേഷമില്ലാത്തതായ ഒരു കർമ്മം. ഇപ്പോ നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മുടെ കുടുംബാംഗങ്ങളെ പോലും ചിലപ്പോൾ അവർക്ക് ഭ്രാന്ത് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ചില അപൂർവമായ സാഹചര്യങ്ങളിൽ നാം ചങ്ങലക്കിടുന്നു. അതാണ് അവിടെ രാഗദ്വേഷങ്ങളൊന്നുമല്ല. ആ ഭ്രാന്ത് ചികിത്സിച്ചു മാറുന്നത് വരെ കഴിയേണ്ടതായ ഒരവസ്ഥയാണത്, ചങ്ങലക്കിട്ട് വെക്കുക എന്നുള്ളത്.
അപ്പോൾ ഈ വിധി നിഷേധങ്ങളിലൂടെയാണ് ശാസ്ത്രം നമുക്കിതെല്ലാം ഉപദേശിച്ചു തരുന്നത്. രാഗദ്വേഷങ്ങൾ ഇല്ലാതായിരിക്കണം. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വ്യവസ്ഥിതോ എന്ന് അവസാനം പറയുകയാണ്. 18-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, വ്യക്തിപരമായ രാഗദ്വേഷങ്ങൾ ഇല്ലാതെ ഒരു വ്യക്തി കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അത് കർമ്മയോഗമാകുന്നു. അതല്ലാതെ പ്രത്യുത ഖ്യാതി, പ്രസിദ്ധിക്ക് വേണ്ടി, അല്ലെങ്കിൽ ലാഭം, അല്ലെങ്കിൽ പൂജ, എല്ലാവരും എന്നെ ബഹുമാനിക്കും, ഖ്യാതി, ലാഭ, പൂജ, ഇതാണ് ലോകത്തിൽ സാധാരണ കർമ്മങ്ങൾ ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്നത്. താൻ പ്രസിദ്ധി നേടണം ഒന്ന്, അല്ലെങ്കിൽ അതിൽ നിന്നും എന്തെങ്കിലും ലാഭം, ദ്രവ്യലാഭം, അല്ലെങ്കിൽ ഉദ്യോഗ ലാഭം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പദവി, ഏതെങ്കിലും ഒരു ബിരുദം കിട്ടാൻ പ്രയത്നിക്കുക. അതല്ലെങ്കിൽ പൂജ, എല്ലാവരും എന്നെ ബഹുമാനിക്കണം, ഞാൻ പൂജാർഹനാകണം എന്ന ബോധം. ഇവയൊന്നുമില്ലാതെ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിൽ രാഗദ്വേഷ ബന്ധം ഉണ്ടാകുന്നതല്ല, രാഗദ്വേഷ സംയോഗം ഉണ്ടാകുന്നില്ല. ഖ്യാതിലാഭ പൂജയ്ക്ക് വേണ്ടി കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിൽ രാഗമോ ദ്വേഷമോ തീർച്ചയായും ഉറപ്പായും അതിൽ ബന്ധപ്പെട്ടിരിക്കും. അങ്ങനെ രാഗദ്വേഷങ്ങൾ കൂടാതെ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അത് കർമ്മയോഗം. ഇത് തന്നെയാണ് ഭക്തിയോഗവും. പിന്നീട് ജ്ഞാനയോഗത്തിലേക്ക് വരട്ടെ, അത് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഭക്തി യോഗം എന്ന് പറയുമ്പോൾ ഭക്തിയോഗ സുലഭനാണ് ഭഗവാൻ. അതൊക്കെ ഇരിക്കട്ടെ, അതൊക്കെ പൗരാണികമായ ഒരു മതം. എന്താണ് ഭക്തി എന്നുള്ളതിനെ കുറിച്ച് ശങ്കര ഭഗവത്പാദർ പറഞ്ഞ മുൻ ക്ലാസ്സിൽ പറയുകയുണ്ടായി. സ്വസ്വരൂപ അനുസന്ധാനം ഭക്തിരിത്യഭിധീയത്തെ എന്ന് പറഞ്ഞു. വേദാന്തിക് താത്വികമായ ലക്ഷണമാണത്. മോക്ഷസാധന സാമഗ്രിയാം ഭക്തിരേവ ഗരീയസി, സ്വസ്വരൂപാനുസന്ധാനം ഭക്തിരിത്യഭിധീയത്തെ, സ്വാത്മതത്വാനുസന്ധാനം ഭക്തി അപരേ ജഗുഹു എന്ന് ചിലരും പറയുന്നു. സ്വസ്വരൂപ അനുസന്ധാനം, തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കുക. ഈ യഥാർത്ഥ സ്വരൂപത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രയത്നങ്ങൾ മുഴുവൻ. സ്വരൂപ അനുസന്ധാനം, സ്വസ്വരൂപ അനുസന്ധാനം. തൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്? ശരീരമാണോ? അല്ലെങ്കിൽ ശരീരവും ഇന്ദ്രിയങ്ങളും കൂടിയതാണോ? ഇന്ദ്രിയങ്ങൾ മാത്രമാണോ? അല്ലെങ്കിൽ ശരീരവും ഇന്ദ്രിയങ്ങളും മനസ്സും കൂടി കൂടിയതാണോ? വളരെ പരിചിതമായ ഒരു വാക്കുണ്ട് നമുക്ക്, ബോഡി മൈൻഡ് കോംപ്ലക്സ്. അതാണോ? അതാണ് ഉപാധി, അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ജീവൻ എന്നുള്ള ആ ഒരു ഭാവം തോന്നാനുള്ള ഒരു ഉപാധി, ഒരു കണ്ടീഷൻ ബോഡി മൈൻഡ് കോംപ്ലക്സ് ആണ്. അപ്പൊ ഈ ജീവഭാവം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ശരീരമാണോ? ശരീരമാണെന്ന് പറയുന്ന ചാർവാകാദികളുണ്ട്. ഇന്ദ്രിയങ്ങളാണെന്ന് പറയുന്ന ചാർവാകാദികൾ, മനസ്സാണെന്നും പറയുന്ന ചാർവാകാദികളുണ്ട്. അതല്ല, ഇത് ഇവയിൽ നിന്നുമെല്ലാം ഭിന്നമായ ഒരു തത്വമാണ്. പല മതങ്ങളും പല രീതിയിൽ ഈ ജീവഭാവത്തെ, അതായത് ആത്മാവെന്ന് നാം പറയുന്നതായ ഈ ജീവഭാവത്തെ, ഇവിടെ ആത്മാവെന്ന് പറയുന്നത് ജീവതത്വത്തിലാണ്, പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നു, പല രീതിയിൽ കാണുന്നു, വിവിധ ദർശനങ്ങളിൽ. അത്തരം ദർശനങ്ങളെല്ലാം തന്നെ ഇപ്പൊ ചാർവാക ദർശനമായാലും ജൈന ദർശനമായാലും ബൗദ്ധ ദർശനമായാലും ഇവയെല്ലാം അവൈദികമാണ്. ഇവയെല്ലാം വേദങ്ങളെ പ്രമാണമായി അംഗീകരിക്കാത്തവയാണ്. ഇവയെല്ലാം ഈശ്വരനെ അംഗീകരിക്കാത്തവയാണ്. ഇനി വൈദിക മതങ്ങളുടെ വിഭാഗങ്ങളിലേക്ക് വന്നാൽ, സാഖ്യം വേദങ്ങളെ അംഗീകരിക്കുന്നു, ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. യോഗമതം ഈ സാഖ്യ തത്വങ്ങളെ അംഗീകരിക്കുന്നു, ഒപ്പം ഈശ്വരനെയും അംഗീകരിക്കുന്നു. ഇനി ന്യായമതത്തിലേക്ക് വന്നാൽ
ഈശ്വരനെ ഒരു കേവല നിമിത്ത കാരണമായി മാത്രം അംഗീകരിക്കുന്നു. ഏതുപോലെ ഒരു കുലാലൻ ഒരു കുംഭം ഉണ്ടാക്കുന്നു, കുംഭകാരൻ ഒരു കുടം നിർമ്മിക്കുന്നത് പോലെ, മണ്ണ് കൊണ്ട് ഒരു കുടം നിർമ്മിക്കുന്നത് പോലെ നിമിത്ത കാരണമായി അംഗീകരിക്കുന്നു. വൈശേഷികനും അതുപോലെ തന്നെ. ഇനി പൂർവമീമാംസാ ശാസ്ത്രജ്ഞൻ, പൂർവമീമാംസാകാരന്മാർ അവരാകട്ടെ, മീമാംസകരാകട്ടെ, വേദങ്ങളെ പരമപ്രമാണമായി അംഗീകരിക്കുന്നു. വേദത്തിൽ പറഞ്ഞിട്ടുള്ളതായ കർമ്മങ്ങളെല്ലാം യഥാവിധി അനുഷ്ഠിക്കുന്നത് കൊണ്ട് സ്വർഗാദി പുണ്യലോകങ്ങൾ ലഭിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഈശ്വരനെ അംഗീകരിക്കുന്നില്ല. ഈശ്വരൻ ഫലദാതാവാണെന്ന് അംഗീകരിക്കുന്നില്ല. ഇങ്ങനെ അനവധി മതഭേദങ്ങളുണ്ട്. ഇവയെല്ലാം അപൂർണമാണ്, അപക്വമാണ്. ത്യാജ്യമായ അംശങ്ങൾ അനവധിയുണ്ട്. ഗ്രാഹ്യമായ അംശങ്ങൾ വളരെ ചിലത് മാത്രം. അങ്ങനെ ത്യാജ്യഗ്രാഹ്യ വിവേചനം ചെയ്ത് അവയുടെ നെല്ലും പതിരും മനസ്സിലാക്കിക്കൊണ്ട് അദ്വൈത ദർശനത്തിലേക്ക് കിടക്കുകയാണ്. ആത്മതത്വത്തെ മനസ്സിലാക്കാൻ. ഇവിടെയാണ് നാം ഒരു ശിഷ്യൻ, ആ ശിഷ്യൻ എങ്ങനെയുള്ള ശിഷ്യനാണ്? സാധാരണ ശിഷ്യനല്ല. ഊഹാപോഹ വിചക്ഷണ എന്ന് പറയുന്നു. ശാസ്ത്രം അധ്യയനം ചെയ്ത് അതിലെ പല വിഷയങ്ങളെക്കുറിച്ചും നല്ലപോലെ മനസ്സിലാക്കി, അതിലെ തത്വങ്ങൾ മനസ്സിലാക്കി, അപ്പോൾ സംശയം വരുന്നുണ്ട്, അയാൾക്ക് വരുന്നു. പലതരത്തിലുള്ള സംശയങ്ങളും അയാൾക്ക് ഉണ്ടാകുന്നു. ഈ പൂർവജന്മകൃതമായ പുണ്യം കൊണ്ട് മനുഷ്യ ശരീരം ലഭിച്ച് ആ മനുഷ്യ ശരീരത്തിലും വിദ്വാനായി വിധിവത്തായി ശാസ്ത്രം അഭ്യസിച്ച് അങ്ങനെ അനേക ജന്മാർജിതമായ പുണ്യപരിപാകം, ആ സംസ്കാരത്തിന്റെ ഫലമായി വിവേകം, വൈരാഗ്യം, നേരത്തെ പറഞ്ഞ 4 പ്രത്യേകതകൾ, നിത്യാനിത്യ വസ്തു വിവേകം, ഇഹാമുത്രാർത്ഥ ഫലഭോഗ വിരാഗം, ശമദമാദി ഗുണാന്വിത, ശമം ദമം മുതലായ 6 ഗുണങ്ങൾ, തിതിക്ഷ, ഉപരതി, ശാന്തി, സമാധാനം മുതലായ 6 ഗുണങ്ങളോട് കൂടിയവനുമായി അവസാനം മോക്ഷ ഇച്ഛ, മോക്ഷത്തിൽ ഇച്ഛ, അതാണ് മുമുക്ഷുത്വം. ഇവ 4 കൂടിയുള്ള ഒരു വ്യക്തി, അയാൾക്ക് പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. കാരണം ശാസ്ത്രം എന്ന് പറയുന്നത്, വേദം അല്ലെങ്കിൽ ഉപനിഷത്തുകൾ എന്ന് പറയുന്നത്, അത് വളരെ അഗാധമായ അർത്ഥത്തോടു കൂടിയവയാണ്. പല സ്ഥലങ്ങളിലും നമുക്ക് സ്ഥലജല ഭ്രമം ഉണ്ടാകുന്നു. പല പദങ്ങളും ജീവതത്വത്തെയാണോ ബോധിപ്പിക്കുന്നത്, ബ്രഹ്മതത്വത്തെയാണോ, ഇത് ജീവന് വേണ്ടിയാണോ, ഇതിന്റെ ഈ വാദം മുഴുവൻ അതല്ല ബ്രഹ്മത്തെക്കുറിച്ച് മാത്രമാണോ എന്ന് ഓരോ പ്രകരണത്തിലും ഓരോ ടോപ്പിക്കിലും ഓരോ രീതിയിലുള്ള സംശയങ്ങൾ അയാൾക്ക് ഉണ്ടാകും. സംശയം ആർക്കാണ് ഉണ്ടാകുന്നത്? പഠിക്കുന്നവന് മാത്രമാണ് സംശയം. പഠിക്കാത്തവന് പിന്നെ സംശയത്തിന്റെ ആവശ്യം വരുന്നില്ലല്ലോ. അങ്ങനെ വിവേക വൈരാഗ്യം എന്ന സമ്പത്തോട് കൂടിയവനും ശമദമാദി ഗുണങ്ങളോട് കൂടിയവനും ആയ ആ ശിഷ്യൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുകയാണ്. മുമുക്ഷുവാണ്. മുമുക്ഷു, മോക്തുമിച്ഛ, മുമുക്ഷു, മുമുക്ഷ, മുമുക്ഷുഹു, മുമുക്ഷുത്വം. സാധാരണ പ്രപഞ്ചത്തിലെ ജനങ്ങളെല്ലാം, പ്രാപഞ്ചിക ജീവിതത്തിലെ എല്ലാവരും ബുഭുക്ഷുക്കളാണ്, മുമുക്ഷുക്കളല്ല. അത് വളരെ വളരെ വിരളമാണ്. ബുഭുക്ഷുക്കളാണ് നാം എല്ലാവരും. ഭോക്തുമിച്ഛ, അനുഭവിക്കുവാനുള്ള ആഗ്രഹമുള്ളവർ. അത് വേണം, ഇത് വേണം എന്ന് ഓരോന്നും ഇതിങ്ങനെ അധികപ്പറ്റായിക്കൊണ്ടുവരും. ഈ ആഗ്രഹങ്ങൾ 1 കിട്ടിയാൽ 100 വേണം. നമ്മൾ പലതും നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. 10 കിട്ടിയാൽ 100 വേണം. ഇതാണ്. ഒരു വീട് ഉണ്ടാക്കിയാൽ പോരാ, ഒരു വീട് കൂടി വേണം. ഒരേ സമയത്ത് 2 വീട്ടിലും താമസിക്കാൻ പറ്റില്ല. ഒരു വീടല്ലേ നമുക്ക് വാസത്തിന് ഒരു വീട് പോരെ എന്ന് ചോദിക്കുന്നത്. അപ്പൊ ഇതാണ് ഭോക്തുമിച്ഛ, ബുഭുക്ഷ എന്ന് പറയും. വയം സർവേ ബുഭുക്ഷവഃ. എന്നാൽ അതിവിരളമായി വളരെ 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 മൈനോറിറ്റി, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് വേണമെങ്കിൽ പറയാം,
അവർ മുമുക്ഷുക്കളാണ്. മുമുക്ഷു ആകണമെങ്കിൽ ഈശ്വരാനുഗ്രഹം വേണം എന്നാണ്. ഈശ്വരാനുഗ്രഹം വേണം. ദുർലഭം ത്രയമേവേതത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. മനുഷ്യനായി ജനിക്കുക, അത് തന്നെ അനേക ജന്മങ്ങളിലൂടെ കിട്ടുന്ന സംസ്കാരത്തിന്റെ ഫലമായിട്ടാണ് നരജന്മം കിട്ടുന്നത്. ജന്തൂനാം നരജന്മ ദുർലഭം തതഃ പുംസ്ത്വം തതോ വിപ്രത തസ്മാൻ വൈദികമാർഗ ധർമ്മമാർഗപരത വിദ്വത്വമസ്മാത് പരം ആത്മാനാത്മവിവേചനം സ്വനുഭവോ ബ്രഹ്മാത്മനാ സംസ്ഥിതി മുക്തിർനോ ശതകോടി ജന്മസുഹൃതൈ പുണ്യേർപിനാ ലഭ്യത്തെ എന്ന് ശങ്കരഭഗവത്പാദരുടെ പ്രസിദ്ധമായ വിവേക ചൂടാമണി ആരംഭിക്കുകയാണ്. അങ്ങനെ അപ്പൊ നരജന്മം എന്ന് പറയുന്നത് വളരെ പ്രശസ്തമായതാണ്. കാരണം വിവേചനം നരന് മാത്രമേ ഉള്ളൂ. വിവേചനത്തോടു കൂടി ഇപ്പൊ ചോദിക്കാം, ഒരു പശു നമ്മുടെ പറമ്പിലേക്ക് മേയാൻ വരുന്ന ഒരു പശുവിനെ നാം ഒരു വടി കൊണ്ട് തല്ലാൻ ചെല്ലുമ്പോൾ അത് ഓടുന്നില്ലേ എന്ന് ചോദിച്ചാൽ അവിടെ വിവേചനം എന്ന് പറയുന്നത് വളരെ 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 കുറഞ്ഞ മട്ടിലാണ്. നമ്മുടെ വിവേചനം അങ്ങനെയല്ല. നമ്മുടെ വിവേചന ബുദ്ധി എന്ന് പറയുന്നത് എത്രമാത്രമാണ്. ബിൽഗേറ്റ്സിന്റെ ഉയരം വരെ നമ്മൾ ആഗ്രഹിക്കുന്നു, ചെല്ലുന്നു. അപ്പോ നരജന്മം എന്ന് പറയുന്നത് അനേക ജന്മാർജിതമായ സംസ്കാരത്തിലൂടെ ലഭിക്കുന്നതാണ് നരജന്മം. ഇതിലാണ് വിവേചനം ഉണ്ടാകുന്നത്. ഇതിലാണ് വൈരാഗ്യം ഉണ്ടാകുന്നത്. വിവേകം, വൈരാഗ്യം ഈ നരജന്മത്തിലാണ്. ഈ നരജന്മത്തിൽ നമുക്ക് കിട്ടുന്ന ഈ ശരീരത്തിലാണ് നാം മുമുക്ഷു ആകേണ്ടത്. ഇവിടെ ഇതൊരു ഉപാധിയാണ്, ഒരു കരണമാണ് ഈ ശരീരം. ഇരിക്കട്ടെ, അതിലെ ഏതിലാണെന്നുള്ള ചർച്ചകളൊക്കെ ഉണ്ട്. ലിംഗശരീരം, സൂക്ഷ്മ ശരീരം, അതുപോലെ മറ്റ് ഇതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ ഉണ്ട് ഇവിടെ. പറയട്ടെ, അത് പറയാം, സന്ദർഭത്തിൽ പറയാം. അങ്ങനെ ഈ പറയുന്ന ശമതമാദി ഗുണങ്ങളോടും കൂടിയവനായ ഈ ശിഷ്യൻ, ഈ സാധകൻ ആപാത ആലോചന എന്നാണ് പറയുന്നത് വ്യാഖ്യാനത്തിൽ. ദീർഘമായിട്ട് ആലോചിക്കുകയാണ്, ചിന്തിച്ച് എവിടെയാണ് ഈ ഈ ഈ സംശയങ്ങൾ, എവിടെ സംശയങ്ങൾ ആരംഭിക്കുന്നുവോ അവിടെ ചർച്ച ആരംഭിക്കും. എന്നിട്ട് അയാളുടെ മനസ്സിൽ ഇത് തോന്നുകയാണ്, ലോകത്തിൽ ഈ പ്രപഞ്ചത്തിൽ ഈ പദാർത്ഥങ്ങളെല്ലാം കാണുമ്പോൾ ഈ പദാർത്ഥങ്ങളിൽ എല്ലാം ഒരു അസ്തിത്വമുണ്ട്. ഘടഃ അസ്തി, വൃക്ഷഃ അസ്തി, സഹ അസ്തി, ത്വം അസി, അഹം അസ്മി. എല്ലാത്തിലും ഈ അസ്തിത്വം, എക്സിസ്റ്റൻസ് എന്ന് പറയും. എക്സിസ്റ്റൻസ്, സത്വം എന്ന് നമുക്ക് പറയാം, ചുരുക്കി പറയാം, സത്വം. ഇത് എല്ലാ വസ്തുക്കളിലും ഉണ്ട്. ഉണ്മ എന്ന് വേണമെങ്കിൽ പറയാം, ഇരിക്കുന്നതായ അവസ്ഥ, അതാണ് ഉണ്മ. ഇതുണ്ട്, എല്ലാം ഉണ്ട്. ഇനി ഇത് പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ജ്ഞാന വിഷയമാകുന്നു. ഇതിനെ മനസ്സിലാക്കാൻ, ഇതിനെ എല്ലാത്തിനെയും മനസ്സിലാക്കാം. ഇത് ഘടമാണ് എന്ന്, ഘടമാണെന്നുള്ള ബോധം എനിക്കുണ്ട്. ഇത് പടമാണെന്നുള്ള ബോധമുണ്ട്. വസ്ത്രം, പടം എന്ന് പറഞ്ഞാൽ വസ്ത്രം. ശാസ്ത്രത്തിൽ പടശബ്ദത്തിന് വസ്ത്രം എന്നാണ് അർത്ഥം, ഇവിടെ സംസ്കൃതത്തിൽ. അപ്പൊ ഇത് ഘടം, ഇത് പടം, ഇത് വേറെ, ഇത് വേറെ. ഘടം മണ്ണ് കൊണ്ടാണ് നിർമ്മിക്കുന്നത്, പടം നൂലുകൾ കൊണ്ടാണ് നെയ്തെടുക്കുന്നത്. അപ്പോ ഘടനിർമ്മാണത്തിനുള്ള സാമഗ്രികൾ കൊണ്ട് പടം നിർമ്മിക്കാൻ സാധ്യമല്ല. പടനിർമ്മാണ സാമഗ്രികൾ കൊണ്ട് ഘടം നിർമ്മിക്കുവാനും സാധ്യമല്ല. അപ്പൊ പടത്തിന് ഒരു വ്യക്തിത്വം, ഒരു അസ്തിത്വം വേറെ ഉണ്ട്. ഇത് പടമാണെന്ന് നാം മനസ്സിലാക്കുന്നു. അപ്പൊ അസ്ഥി പ്രകാശത്തെ എന്ന് വ്യവഹാരം.
രണ്ടു തരത്തിലുണ്ട്. അതുപോലെ പടം അസ്തി, പടമിതി ജ്ഞായത്തെ, അവിടെയും രണ്ടു തരത്തിലുള്ള വ്യവഹാരമുണ്ട്. ഇങ്ങനെ സർവ പദാർത്ഥങ്ങളിലും ഈ രണ്ട് വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നു. അതിനെയാണ് ഇത് ലോകവ്യവഹാരത്തിൽ അസ്ഥി പ്രകാശത്തെ എന്ന്. എന്നിട്ടാണ് ഈ സംശയം വരുന്നത്. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരി എന്നതിലേക്കാണ് നാം ഇപ്പോൾ കുറച്ചു കഴിഞ്ഞ് എത്തും. ഇവയ്ക്ക് പ്രത്യേകം അസ്തിത്വം ഉണ്ടോ എന്നാണ്. ഈ നാം ദൃശ്യമാകുന്ന സർവ പദാർത്ഥങ്ങളിലും പ്രപഞ്ചത്തിൽ നാം കാണുന്നതായ, നമുക്ക് ദൃശ്യമാകുന്നതായ, ദൃശ്യം എന്ന ഒരു പദം ഓർത്തു വെച്ചുകൊള്ളണം. ആരാണോ കാണുന്നത് അയാൾ ദൃക്കാണ്. ദൃക്ക്, ദ്രഷ്ടാവ് എന്ന് പറയും. ഇതന്തയാ ബോധ്യമാകുന്നതെല്ലാം ദൃശ്യമാണ്. ഇതം 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 എന്ന് പറയപ്പെടുന്നതെല്ലാം അവയെല്ലാം തന്നെ ദൃശ്യമാണ്. അപ്പോൾ ഈ ദൃശ്യമാകുന്ന എല്ലാ പദാർത്ഥങ്ങളിലും, പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും, പ്രപഞ്ചത്തിൽ ഈ വ്യവഹാരകാലത്തിൽ, അതുകൊണ്ട് അതാണല്ലോ വ്യവഹാരം. ഒരു കുടം കൊണ്ടുവരൂ എന്ന് പറഞ്ഞാൽ അയാള് കുടം തന്നെയാണ് കൊണ്ടുവരുന്നത്, വസ്ത്രം കൊണ്ടുവരുന്നില്ല. അപ്പൊ അവിടെ ഒരു പ്രത്യേകതരം അസ്തിത്വമുണ്ട്. ഇത് കുടമാണെന്നുള്ള ബോധം എനിക്കുമുണ്ട്. ഞാൻ ആരെ പറഞ്ഞയച്ചോ അയാൾക്കും ഉണ്ട്. കുടം കൊണ്ടുവരാൻ ആരോടാണോ പറഞ്ഞത് അയാൾക്കും ഉണ്ട്. അപ്പോ ഈ അസ്തിത്വവും ഈ പ്രകാശവും, അസ്തിത്വവും ജ്ഞാന വിഷയത്വവും, ഇവ രണ്ടും ഈ പദാർത്ഥങ്ങളുടെ ധർമ്മമാണ് എന്ന് ബോധം വരുന്നു. അപ്പോൾ ഒരു സംശയം. എന്താ സംശയം? ഈ ദൃശ്യത്വം മാറുന്നുണ്ട്, പക്ഷേ അസ്തിത്വവും പ്രകാശത്വവും മാറുന്നില്ല. എങ്ങനെ? ഘടമാനയ എന്ന് പറഞ്ഞു, ഒരു കുടം കൊണ്ടുവരൂ എന്ന് പറഞ്ഞു, കുടം കൊണ്ടുവന്നു. ഘടം നയ, ആവശ്യം കഴിഞ്ഞപ്പോൾ അത് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞു, കൊണ്ടുപോയി. എന്നിട്ട് പറയാണ് പടമാനയ, വസ്ത്രം കൊണ്ടുവരൂ എന്ന് പറയുന്നു, വസ്ത്രത്തെ കൊണ്ടുവന്നു. അപ്പോൾ ഘടത്തിലും പടത്തിലും ദൃശ്യത്വമുണ്ട്, പ്രകാശത്വമുണ്ട്, ജ്ഞാന വിഷയത്വമുണ്ട്. ദൃശ്യം മാറുന്നു. ഘടം മാറി പടം വരുന്നു, പടം മാറി വേറൊരു വസ്തു വരുന്നു, ഒരു കുട വരുന്നു. അപ്പൊ ദൃശ്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഈ അസ്തിത്വവും ജ്ഞാനവിഷയത്വവും മാറുന്നില്ല. പ്രകാശത്വം എന്ന് ഇനി പറയാം, ജ്ഞാനവിഷയമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. നോവബിലിറ്റി എന്ന് പറയാം. നോവബിലിറ്റി എന്ന് വേണമെങ്കിൽ ഒരു വാക്ക് നമുക്ക് നിർമ്മിക്കാം. വാക്കുകൾ, പദങ്ങൾ ഇങ്ങനെ അഗ്ലൂഷനൈസേഷൻ എന്ന് പറയുമല്ലോ, വാക്കുകൾ ഇങ്ങനെ പലതും നമുക്ക് കൂട്ടിച്ചേർക്കാം. അപ്പൊ പദാർത്ഥങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നാലും ജ്ഞേയത്വവും പ്രകാശത്വവും മാറുന്നതല്ല. ലോകത്തിലെ എല്ലാ വ്യവഹാരങ്ങളിലും ഈ രണ്ട് ധർമ്മം ഉണ്ട്. അസ്തി പ്രകാശത്തെ ഇതി വ്യവഹാര പ്രവർത്തത്തെ. മനസോല്ലാസം ആരംഭിക്കുകയാണ്. ഇനി അതിനെയാണ് സത്ത എന്നും സ്ഫുരണം എന്നും പറയും. മറ്റൊരു രീതിയിൽ സത്ത സ്ഫുരണം. ഈ സത്തയ്ക്കും സ്ഫുരണത്തിനും, അതായത് അസ്തിത്വത്തിനും പ്രകാശത്തിനും അധിഷ്ഠാനമായത് ഏതാണ്? ഇവ മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ടല്ലോ. ദൃശ്യ പദാർത്ഥങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു, എങ്കിലും സത്തയും സ്ഫുരണവും മാറുന്നതല്ല. അപ്പോൾ ഈ അസ്തിത്വവും ഈ പറയുന്ന സ്ഫുരണ ജ്ഞാനവിഷയത്വവും ഇവ രണ്ടും ഏതിലാണ് അവസാനിക്കുന്നത് എന്ന് ചോദ്യം. സർവ ദൃശ്യ പ്രപഞ്ചത്തിലും ഇത് അനുഗതമാകുന്നതാണോ, തുടർന്നു വരുന്നതാണോ ഈ അസ്തിത്വം പ്രകാശത്വം എന്നീ ധർമ്മങ്ങൾ?
എങ്കിൽ ഇവയുടെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്ന് ഒരു അവധാനത്തിന് വേണ്ടി, ഒന്ന് നിശ്ചയ രൂപത്തിലുള്ള ജ്ഞാനത്തിന് വേണ്ടി ഈ സമാധാനം കിട്ടാതെ കഴിയുന്നതായ മുമുക്ഷുവായ, നേരത്തെ പറഞ്ഞ ഗുണങ്ങളോട് കൂടിയവനായ, അതായത് വിവേക വൈരാഗ്യങ്ങളോട് കൂടിയവനും ശമതമാദി ഗുണങ്ങളോട് കൂടിയവനും ആയ മുമുക്ഷുവായ ഈ ശിഷ്യൻ ഗുരുവിനെ സമീപിച്ച് ഈ ചോദ്യം ചോദിക്കുന്നു. അസ്തി പ്രകാശത്തെ ഇത് വ്യവഹാര പ്രവർത്തത്തെ തഥാ തച്ച അസ്തിത്വം പ്രകാശത്വം കസ്മിന്നർത്ഥേ പ്രതിഷ്ഠിതം എന്ന്. ഈ അസ്തിത്വം പ്രകാശത്വം എന്നിവ സത്തയും സ്ഫുരണവും സർവ വ്യവഹാരങ്ങളിലും തെറ്റാതെ അനുഭവപ്പെടുന്നു. ഒരിക്കലും ഇവയ്ക്ക് ഒരനുഭവത്തിലും തെറ്റുപറ്റുന്നതല്ല. ഇവ രണ്ടും ഏത് വസ്തുവിലാണ് നിരപേക്ഷമായി മറ്റൊന്നിനെ ആശ്രയിക്കാതെ ഇവ ഏതിലാണ് നിലനിൽക്കുന്നത്, പ്രതിഷ്ഠിതമായിരിക്കുന്നത് എന്ന് ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കുന്നു. അപ്പൊ ഈ ഒരു ജിജ്ഞാസ, സംശയം ദൂരീകരിക്കുന്നതിനുള്ളതായ ഈ ഒരു ആഗ്രഹം, ജിജ്ഞാസ, ജ്ഞാതുമിച്ഛ, ഈ ജിജ്ഞാസയ്ക്ക് കാരണം സംശയമാണ്. സംശയം എന്ന് പറഞ്ഞാൽ എന്താണ് സംശയത്തിന്റെ സ്വഭാവം? ഡൗട്ട് എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ. ഇത് രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ട് നിശ്ചയമായ ഒരു ജ്ഞാനം നമുക്ക് നൽകാത്തതിനെയാണ് സംശയം എന്ന് പറയുന്നത്. ശാസ്ത്രീയമായിട്ട് ഇത് മനസ്സിലാക്കണം. ഇനി ശാസ്ത്രീയ രീതിയിൽ എന്താണ് സംശയം? കഃ പുനഃ സംശയഃ എന്ന് ചോദിച്ചാൽ ഉഭയകോടി വ്യാപ്യവത്താ ജ്ഞാനം എന്ന് പറയും. ഉഭയകോടി വ്യാപ്യവത്താ ജ്ഞാനം. ഉഭയം രണ്ട്, കോടി എന്ന് പറഞ്ഞാൽ രണ്ട് ഭിന്ന വസ്തുക്കൾ, രണ്ടിലും വ്യാപിക്കുന്നതായ ഒരു ജ്ഞാനം, അതാണ് സംശയം. ഉദാഹരണം, ദൂരെ നിന്ന് കാണുമ്പോൾ അവിടെ ഒരു രൂപം നമുക്ക് ദൃശ്യമാകുന്നു. അതൊരു മനുഷ്യനാണോ അതൊരു കുറ്റിയാണോ എന്ന് സംശയം. ഒരു നീണ്ട കുറ്റി സാധാരണ കാണാറുണ്ടല്ലോ, പോസ്റ്റ്, നമ്മുടെ ലാമ്പ് പോസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ. ദൂരെ നിന്ന് കാണുമ്പോൾ സംശയം. ദൂരെ നിന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് സ്ഥാണുർവാ പുരുഷോവാ ഇത് സംശയ ജായത്തെ. സ്ഥാണുവാണോ? സ്ഥാണു എന്ന് പറഞ്ഞാൽ ഇത് തന്നെ നിർധർമ്മകമായ വസ്തു, പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ് ആവാം. ഇനി പുരുഷനാണോ? സ്ഥാണുർവാ പുരുഷോ. ഭഗവാൻ സ്ഥാണു എന്നൊരു പേരുണ്ട്, അറിയാമല്ലോ. സ്ഥാണു, നിശ്ചലനായി നിശ്ചേഷ്ടനായിരിക്കുന്ന അവസ്ഥയാണ് സ്ഥാണു. സ്ഥാണു എന്നൊരു പേരുണ്ട്. നമ്മുടെ കന്യാകുമാരിക്ക് അടുത്തുള്ള ശുചീന്ദ്രം എന്നുള്ള ഒരു പ്രസിദ്ധമായ ക്ഷേത്രമുണ്ട്. അവിടുത്തെ ഭഗവാന്റെ നാമ സാക്ഷാൽ പരമേശ്വരനാണ്. സ്ഥാണുമാലയൻ എന്നാണ്. തമിഴിൽ താണുമാലയൻ എന്ന് പറയും. ത്രിമൂർത്തി സങ്കല്പം. സ്ഥാണുവായ ശിവൻ, മാൽ എന്ന് പറയുമ്പോൾ മഹാവിഷ്ണു, അയൻ എന്ന് പറയുന്നത് ബ്രഹ്മാവും. അങ്ങനെ ഒരു ത്രിമൂർത്തി സങ്കല്പത്തിലുള്ള ഒരു വിശേഷപ്പെട്ട ഒരു പ്രതിഷ്ഠയാണ് അവിടെ ഉള്ളത്, ശുചീന്ദ്ര ക്ഷേത്രത്തിൽ. പ്രസിദ്ധമായ ഒരു ക്ഷേത്രം. അപ്പോ സ്ഥാണുർവാ പുരുഷോവാ എന്ന് സംശയം. എങ്ങനെ സംശയം വരാൻ കാരണം? ഇവിടെ അത് ദൂരെ നിന്ന് നോക്കുമ്പോൾ വ്യക്തമാകുന്നില്ല. പുരുഷനാണെങ്കിലോ കരചരണാധിപത്വം, കൈയും കാലും ഒക്കെ ഒന്ന് ചലിക്കുന്നത് സൂക്ഷ്മ ദർശനത്തിലൂടെ മനസ്സിലാവുകയുള്ളൂ. അങ്ങനെ ഉഭയകോടി വ്യാപ്യവത്താ ജ്ഞാനം, ഇതാണ് സംശയം. ഇനി വേറൊരു തരത്തിൽ സംശയം അങ്ങനെ നീളുകയാണ്. ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിലും ഈ അസ്തിത്വവും പ്രകാശത്വവും സത്തയും സ്ഫുരണവും ഉണ്ടോ? പ്രത്യേകം ഉണ്ടോ?
ഘടത്തിൽ പ്രത്യേകം സത്വം സ്ഫുരണ, പടത്തിൽ പ്രത്യേകം സത്വം സ്ഫുരണം, അതുപോലെ ഒരു കുടയിൽ ഛത്രത്തിൽ അല്ലെങ്കിൽ ഛത്രി എന്നും പറയാം, ഛത്രത്തിൽ പ്രത്യേകം സ്ഫുരണം, പ്രത്യേകം സത്ത. ഇങ്ങനെ ഈ സത്തയും സ്ഫുരണവും പ്രതിവസ്തുവിലും ഭിന്ന ഭിന്നമാണോ? ലോജിക്കൽ ക്വസ്റ്റ്യനിങ് ആണ് ഇതൊക്കെ. ഇനി അതല്ല, എല്ലാ വസ്തുക്കളിലും സാമാന്യമായിട്ട് ഇവ കാണപ്പെടുന്നതാണോ? എങ്ങനെ? ഗോക്കളിൽ ഗോത്വം എന്ന പോലെ സാമാന്യ രൂപേണ കാണപ്പെടുന്നതാണോ? എങ്ങനെ? ഗോക്കൾ പ്രതി ഗോവിലും ഗോത്വമുണ്ട്. അയം ഗൗഹു അയം ഗൗഹു അയം ഗൗഹു, ഇയം ഗൗഹു ഇയം ഗൗഹു എന്ന് പറഞ്ഞുള്ള ബോധമുണ്ട്. അതാണ് സാമാന്യം. സാമാന്യം എന്ന് പറഞ്ഞാൽ ജാതി എന്നർത്ഥം. എല്ലാ മനുഷ്യരിലും മനുഷ്യത്വം ഉള്ളതുപോലെ. ഇവിടെ മനുഷ്യത്വം എന്ന് പറയുന്നത് ധർമ്മം വേറെ, മനുഷ്യരിൽ മനുഷ്യത്വമില്ല എന്നുള്ളത് വേറെ. പക്ഷെ മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു പൊതുധർമ്മം, കരചരണാദി അവയവങ്ങളോട് കൂടിയതായ ഒരു 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 സ്വത്വം അല്ലെങ്കിൽ ഒരു സത്വം. അങ്ങനെ സാമാന്യം എന്ന ജാതിയെ പോലെ അത് നമുക്ക് കാണാൻ പറ്റുന്നതല്ല, ചിന്തിക്കാനേ പറ്റുള്ളൂ. നമ്മുടെ ബോധത്തിൽ മാത്രമുള്ള ഒരു വസ്തുതയാണ് ഈ പറയുന്ന സാമാന്യം, ജാതി എന്ന് പറയുന്നത്. അങ്ങനെ ഒരേ വസ്തുവിൽ, ഏകമായ വസ്തുവിൽ അല്ലെങ്കിൽ ഒരേ വസ്തുവിൽ തന്നെ പ്രത്യേകം പ്രത്യേകം ഈ പറയുന്ന സത്തയും സ്ഫുരണവും കാണപ്പെടുന്നതാണോ, അധിഷ്ഠിതമാണോ? അതല്ല, ഈ രണ്ട് ധർമ്മങ്ങളും ഏകമായ വസ്തുവിൽ പ്രതിഷ്ഠിതമാണോ എന്ന് ചോദ്യം. കിം തേഷു തേഷു വാ അർത്ഥേഷു കിം വാ സർവാത്മനി ഈശ്വരേ. സർവാത്മനി, സർവാത്മാവിലാണോ, ഈശ്വരനാണോ എന്ന് ചോദിക്കുകയാണ്. ഈ സത്തയും സ്ഫുരണവും ഏകമായ വസ്തുവിലാണോ? അതല്ല, ഇവയെല്ലാം പ്രത്യേകം പ്രത്യേകം വസ്തുക്കളിൽ പ്രത്യേകം പ്രത്യേകം സ്ഥിതി ചെയ്യുന്നതാണോ? സത്തയും സ്ഫുരണവും അസ്തിത്വവും ജ്ഞാനവിഷയത്വവും ഒരേ അർത്ഥത്തിലുള്ളതാണ് ഇവയെല്ലാം. സത്തയും സ്ഫുരണവും എന്ന് നമുക്ക് പറയാം. സത്തയും സ്ഫുരണവും പ്രത്യേകം വസ്തുക്കളിൽ നിലനിൽക്കുന്നതാണോ? അതല്ല, സർവാത്മനി ഈശ്വരേ കിം തേഷു തേഷു വാ അർത്ഥേഷു. തേഷു തേഷു വാ അർത്ഥേഷു എന്ന് പറഞ്ഞാൽ പൃഥക്കായിട്ട്, പ്രത്യേകം പ്രത്യേകം ഓരോ വസ്തുവിലും നിൽക്കുന്നതാണോ, കാണപ്പെടുന്നതാണോ? അതല്ല, സർവാത്മനി ഈശ്വരേ. ഈശാവാസ്യം ഇതം സർവം എന്നുള്ള ഉപനിഷത്തുക്കളൊക്കെ ഇപ്പോൾ നമുക്ക് ഓർക്കേണ്ടതാണ്. ഇതാണ് സംശയം. ഇതിന്റെ സംശയത്തിലെ അനേക ഭേദങ്ങൾ, ഉപഭേദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഇങ്ങനെ ചോദിക്കുന്നു. അതുപോലെ ഒരു പ്രശ്നം കൂടി ശിഷ്യൻ ചോദിക്കുകയാണ്. ഇപ്പൊ സർവാത്മനി ഈശ്വരേ എന്ന് പറഞ്ഞല്ലോ, അപ്പോ ഒരു ചോദ്യം കൂടി അയാളുടെ മനസ്സിൽ ഉണ്ടാകുന്നു, ഒരു പ്രശ്നം കൂടി. ഈശ്വരത്വം ച ജീവത്വം സർവാത്മത്വം ച കീദൃശം എന്ന്. ഈശ്വരത്വം ച ജീവത്വം, ഈ ഒരു ഭേദമുണ്ടല്ലോ ലോകത്തിൽ. ജീവാത്മാവ്, ഞാൻ, അഹം എന്നുള്ള ബോധം എനിക്കുണ്ട്. എന്നിൽ നിന്നും ഭിന്നനായ, വ്യത്യസ്തനായ വേറൊരാളെ കാണുന്നു. ആ വ്യക്തിക്കും അഹം എന്നൊരു ബോധമുണ്ട്. ഞങ്ങൾ രണ്ടുപേരിൽ നിന്നും വ്യത്യസ്തനായ മൂന്നാമത് ഒരാളുണ്ട്. ആ വ്യക്തിക്കും അഹം എന്നൊരു ബോധമുണ്ട്. ഇങ്ങനെ അനേകം ജീവാത്മാക്കൾ, അനേകം യോനികളിൽ, ശരീരങ്ങളിൽ അനേകം ജീവാത്മാക്കൾ, അനേകം ചേതന വ്യക്തികളിലെല്ലാം തന്നെ ഈ പറയുന്ന ജീവബോധം ഉണ്ട്.
എന്താണ് ഈ ജീവബോധം? എന്താണ് ഈശ്വരത്വം? ഇത് ചിന്തിക്കുന്നവനിലെ ജീവബോധത്തെയാണ് ഇപ്പൊ പശുപക്ഷി മൃഗാദികളിലെ ജീവബോധത്തെ കുറിച്ചല്ല ഇവിടെ സംസാരിക്കുന്നത്. അതിലും ഉണ്ട് ഒരു ജീവബോധം, അവയ്ക്കും ഉണ്ട്. പക്ഷെ അതൊക്കെ വളരെ അവിഭവമാണ്, വളരെ 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 ലോ റേറ്റിലാണുള്ളത്, വളരെ മിനിമം പോയിന്റിലും താഴെയാണുള്ളത്. അതൊക്കെ ആഹാര നിദ്ര ഭയ മൈഥുനം ച എന്ന് ഭർതൃഹരി പറഞ്ഞതുപോലെയാണ്. സമാനമേത പശുഭിർ നരാണാം. അത് കൂട്ടി ചേർക്കുകയാണ് ഭർതൃഹരി. പശുക്കൾക്ക് മൃഗങ്ങൾക്കുള്ളതുപോലെയാണ് ആഹാരം, നിദ്ര, ഉറക്കം, ഭയം. അത് എല്ലാവർക്കും ഉണ്ട്. അത് നമുക്ക് കൂടുതലുണ്ട്. മനുഷ്യനാണ് ഏറ്റവും കൂടുതൽ ഭയമുള്ളത്. മൈഥുനം ച ഉൽപാദനേച്ഛ. സമാധാനമേതത് പശുഭിർ നരാണാം എന്ന ഭർതൃഹരി വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്. അപ്പോ ചിന്തിക്കുന്ന മനുഷ്യന് ഈ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈശ്വര തത്വം എന്താണ്? ഈശ്വരത്വം എന്താണ്? ജീവതത്വം എന്താണ്? ജീവത്വം എന്ന് പറയുന്നത് സർവാത്മത്വം. സർവാത്മത്വം എന്ന് പറഞ്ഞാൽ എന്താ എന്ന് സംശയം ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടുന്നു എന്ന് ചോദിച്ചാൽ ശ്രുതി നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇങ്ങനെ ശ്രുതിയിൽ നിന്നുമാണ് ഇതെല്ലാം മനസ്സിലാക്കുന്നത്. ബൃഹദാരണ്യ ഉപനിഷത്തിലൊക്കെ ഇത്തരത്തിലുള്ള അനവധി ചർച്ചകളുണ്ട്. ഈശ്വരൻ ആരാണ്? ഈ ഈശ്വരൻ സർവജഗത് സ്രഷ്ടാവ്. ഒക്കെ സമ്മതിച്ചു. സർവജ്ഞൻ സമ്മതിച്ചു. നമുക്ക് സത്ത നൽകുന്നത് കൊണ്ട്, എങ്ങനെ? സൃഷ്ടിയിലൂടെ. പ്രപഞ്ചത്തിന് സൃഷ്ടിയിലൂടെ സത്ത നൽകുന്നത് കൊണ്ട്, സത്ത മാത്രമല്ല സ്ഫുരണം മുതലായവയും നൽകുന്നത് കൊണ്ട് അധിഷ്ഠാതാവാണ്, ആശ്രയമാണ്. പ്രപഞ്ചം സൃഷ്ടിക്കുന്നത് കൊണ്ട് പ്രപഞ്ച വസ്തുക്കൾക്കെല്ലാം തന്നെ സത്താദി പ്രദാതൃത്വം, സത്താദികൾ നൽകുന്നവനായതുകൊണ്ടും സർവജ്ഞനായതുകൊണ്ടും ഈശ്വരൻ ഉണ്ട്. സമ്മതിച്ചു. ജീവൻ ആരാണ്? അല്പജ്ഞൻ. അല്പജ്ഞനാണ്. ഈശ്വരൻ സർവജ്ഞൻ. ഇവിടെ അല്പജ്ഞൻ, ജീവൻ അല്പജ്ഞൻ. ഇനി സത്താദി പ്രദാതൃത്വം ഈശ്വരന് എന്നതുപോലെ ജീവനില്ല. കാരണം പരോപാധിയാണ്. ഈശ്വരൻ എന്ന ആ ഒരു തത്വത്തിൽ നിന്നും ലഭിക്കുന്നതായ സത്താസ്ഫുരണം എന്നിവയെ സ്വീകരിച്ചുകൊണ്ട് പ്രത്യേകമുള്ളതുപോലെ, വേദാന്തത്തിൽ പറയുമ്പോൾ പ്രത്യേകമുള്ളതുപോലെ, വേദാന്ത ദർശനം ജ്ഞാനത്തിന് പൂർവം, ജ്ഞാന ഉത്പത്തിക്ക് മുമ്പ് പ്രത്യേകം നിൽക്കുന്നവൻ എന്ന് സ്വീകരിക്കണം. ഇവ തമ്മിൽ എങ്ങനെയാണ് ഈ അഭേദം നമുക്ക് പറയാൻ കഴിയുന്നത്? ഈശ്വരത്വഞ്ച ജീവത്വം സർവാത്മത്വഞ്ച കീദൃശം ആനീയാത് കഥം ജീവഃ കിന്ത ജ്ഞാനസ്യ സാധനം. എങ്ങനെയാണ് ഇത് നമുക്ക് ഈ ഒരു ഏകാത്മം, ഇവരെല്ലാം ഏകമാണെന്നുള്ള ബോധം എങ്ങനെയാണ്? ശ്രുതിയൊക്കെ പറയുന്നുണ്ടല്ലോ, ഏകമേവാദ്വിതീയം എന്നൊക്കെ പറയുന്നു. സംസാരി ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നുണ്ടല്ലോ, ഏഷ ബ്രാഹ്മണേന പ്രത്യേകാത്മാ പ്രതിബുദ്ധതയാ അനുചിത ആത്മാ അനർത്ഥ സങ്കടേ പ്രവിഷ്ട സന സംസാരി എന്ന് ഭാഷ്യത്തിൽ പറയുകയാണ്. ബൃഹദാരണ്യ ഉപനിഷത്ത് ഭാഷ്യത്തിൽ ഏഷ ബ്രാഹ്മണേന പ്രത്യേകാത്മാ പ്രതിബുദ്ധതയാ അനുവിത്ത ആത്മാ അനർത്ഥ സങ്കടേ പ്രവിഷ്ട സഹ ന സംസാരി കിന്തു പര ഏവ യസ്മാത് വിശ്വസ്യ കർത്ത പരസ്യ ആത്മാ
തസ്യ സർവ ഏവ ആത്മാ ഏക ഏവ അദ്വിതീയ എന്നൊക്കെ ഈ ജീവതത്വത്തിനും, അതായത് സംസാരത്തിൽ നിൽക്കുന്നതായ ജീവനും സർവജഗത് സ്രഷ്ടാവായ ഈശ്വരനും പരനായിട്ടുള്ള ആത്മതത്വവും എല്ലാം ഒന്നാണ്. ഏക ഏവ അദ്വിതീയ പര ഏവ അസ്മി ഇതി അനുസന്ധാതവ്യ എന്ന് ഭാഷ്യത്തിൽ പറയുന്നു. ഈ ഒരു അനുസന്ധാനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? ഈ ഭേദമുണ്ടല്ലോ, നിലനിൽക്കുന്നുണ്ടല്ലോ. ഈ ഭേദം എങ്ങനെയാണ് ഇല്ലാതാകുന്നത്? ഈ ഭേദബുദ്ധി എങ്ങനെ വന്നു എന്നുള്ളത് ഇപ്പോൾ ചർച്ചയ്ക്കില്ല. കാരണം അത് അനാദിയാണ്. ഇവ ഭേദമാണെന്നുള്ള ആ അവിദ്യയിലേക്കാണ് നാം ഇപ്പോൾ എത്തുന്നത്. അവിദ്യയെക്കുറിച്ചുള്ള ഒരു ലക്ഷണത്തിലേക്കാണ് നാം ഇപ്പോൾ എത്തുന്നത്. അപ്പോൾ ജീവനും ഈശ്വരനും തമ്മിൽ ഭേദമുണ്ട്. നേരത്തെ ഒരു ശ്ലോകം പറഞ്ഞിരുന്നു, ഓർമ്മിച്ചു കാണും. ജീവ ഈശഃ വിശുദ്ധാചിത് തഥാ ജീവേശയോർഭിത അവിദ്യാ തച്ചിതോർയോഗ ഷഡസ്മാകം അനാദയ എന്ന്. ജീവ ഈശഃ വിശുദ്ധാചിത്, ജീവൻ ജീവഭാവം, ജീവതത്വം, ഈശഃ ഈശ്വരതത്വം, വിശുദ്ധാചിത് ഉപാധിരഹിതമായ നിർഗുണമായ ബ്രഹ്മവസ്തു, വിശുദ്ധമായ ചിത്ത്. തഥാ ജീവേശയോർഭിത, ജീവനും ഈശ്വരനും തമ്മിലുള്ള ഭേദം. അവിദ്യ തച്ചിതോർയോഗ, അവിദ്യയും ചിത്തും തമ്മിലുള്ള ബന്ധം. ഷഡസ്മാകം അനാദയ, ഇവ 6 അനാദിയാണ് എന്ന് ഈ ശ്ലോകം ഓർത്തിരിക്കണം. ജീവൻ അനാദിയാണ്, ഈശ്വരൻ അനാദിയാണ്, വിശുദ്ധമായ ചിത്ത് അനാദിയാണ്. അതുപോലെ ജീവ ഈശ ഭേദവും അനാദിയാണ്. അവിദ്യയും ചിത്ത് ബ്രഹ്മവും തമ്മിലുള്ള ഈ ബന്ധവും അനാദിയാണ്. എന്നാൽ ഇവ 6 അനാദിയാണ്. ഒരു വ്യത്യാസമുണ്ട്. എന്താ? ഈ 6 5 ഇല്ലാതാകുന്നു. ജീവഭാവം ഇല്ലാതാകുന്നു, ഈശഭാവം ഇല്ലാതാകുന്നു, ഈശ ഭേദം ഇല്ലാതാകുന്നു, അവിദ്യയും ചിത്തും തമ്മിലുള്ള ബന്ധവും ഇല്ലാതാകുന്നു. അവശേഷിക്കുന്നത് വിശുദ്ധമായ ചിത്ത് മാത്രം അവശേഷിക്കുന്നു. തദ്ദേകോ അവശിഷ്ട ശിവ കേവലോഹം എന്ന ബുദ്ധി ഉണ്ടാകും. അത് എത്തുന്നത് വരെ, അദ്വൈതത്തിലേക്ക് എത്തുന്നത് വരെ ഈ പ്രപഞ്ചം ഭിന്നമായി നാനാത്വമായി, നാനാവിധത്തിലുള്ള പ്രപഞ്ചമായി, നാനാപ്രകാരത്തിൽ അനുഭവപ്പെടുന്നു. ഈ അനുഭവം എങ്ങനെയുള്ളതാണ് എന്ന ചോദ്യം. അപ്പോൾ ഈശ്വരൻ സർവജ്ഞനാണ്. താൻ സൃഷ്ടിച്ച വസ്തുക്കൾക്കെല്ലാം സത്ത, സ്ഫുരണം മുതലായവ നൽകി അവയ്ക്ക് അധിഷ്ഠാനമായി നിൽക്കുന്നവനാണ്. എന്നാൽ ജീവൻ അല്പജ്ഞനാണ്. മറ്റൊരു വസ്തുതയെ ഉപാധിയാക്കിക്കൊണ്ട് നിലനിൽക്കുന്നവനാണ് എന്ന് പറയുമ്പോൾ ഇവ തമ്മിൽ എങ്ങനെ അഭേദം കൽപ്പിക്കാൻ സാധിക്കും? ഇവർ തമ്മിലുള്ള ഭേദം സാധ്യമാണോ? ഇനി അപ്പോൾ പല ചോദ്യങ്ങളും കടന്നു വരും. ഈശ്വരൻ ജഗത്തെ എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? തടസ്ഥനായിട്ടാണോ? അതായത് ഇങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ ഈ പ്രപഞ്ചം ഉണ്ടായെന്നാണോ? ഇൻസിഡന്റൽ എന്ന് പറയാറുണ്ടല്ലോ. ഇൻസിഡന്റൽ ഇൻക്രിമെന്റ് ആണോ ഈ പ്രപഞ്ചം എന്ന് പറയുന്ന ഈശ്വര സൃഷ്ടിയിൽ? അതൊരു വലിയ ചോദ്യമാണ്. എങ്ങനെയാണ് സൃഷ്ടിക്കുന്നത്? ജഗത്തിനെ സൃഷ്ടിച്ചത് അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നത് രജ്ജുവിൽ സർപ്പത്തെ എന്ന പോലെയാണോ? അതെങ്ങനെ രജ്ജുവിൽ സർപ്പത്തെ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്ന്, ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ സൃഷ്ടിച്ചപ്പോൾ പ്രപഞ്ചം നിർമ്മിതമായി. അതാണോ? അതല്ല. ഒരു രജ്ജുവിൽ സർപ്പത്തെ സൃഷ്ടിക്കുന്നത് പോലെയാണോ? രജ്ജു സർപ്പ ദൃഷ്ടാന്തം വേദാന്തത്തിൽ എപ്പോഴും പറയപ്പെടുന്നതായ ഒരു ദൃഷ്ടാന്തം ആണ് രജ്ജു സർപ്പ ദൃഷ്ടാന്തം. രജ്ജു സർപ്പവത് അവഭാസത്തെ.
ഈ രജ്ജു ഒരു കയറ്, ആ കയറ് പാമ്പ് പോലെ അനുഭവ വിഷയമാകുന്നു. അതാണ് അവഭാസം. അപ്പോ രജ്ജുവിൽ ഒരു സർപ്പം എന്ന പോലെ, ഒരു രജ്ജുവിൽ സർപ്പം തോന്നുന്നത് പോലെ തന്നിൽ തന്നെ അധ്യസ്ഥമായി, തന്നിൽ തന്നെ കൽപ്പിതമായ സത്താദി സ്ഫുരണങ്ങൾ നൽകിക്കൊണ്ട് അവയ്ക്ക് അധിഷ്ഠാതാവായി സൃഷ്ടിക്കുന്നുവോ. അധ്യസ്ഥം എന്നൊരു വാക്ക് വരുന്നുണ്ട്. അധ്യസ്ഥം, അധ്യാസം എന്നൊരു വാക്ക്. അപ്പൊ രണ്ട് രീതിയിലാണ്. വാസ്തവികമായ ഒരു സൃഷ്ടി ഉണ്ടോ, അതാണ് ആദ്യത്തേത്. അതല്ല, തന്നിൽ തന്നെ അധ്യസ്ഥമായ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതുപോലെ കാണുന്നതാണോ എന്നൊരു സംശയം. സംശയം തീരുന്നില്ല. പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. ഇതെല്ലാം ചുരുക്കി പറയേണ്ടതുമുണ്ട്. അതുപോലെ ഈ ജീവഭാവം, ജീവാത്മത്വം, അഹം ജീവഹ എന്നുള്ള ബോധം ഓരോ വ്യക്തിയിലും സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്നതാണോ, അതല്ല മറ്റേതെങ്കിലും വസ്തുതയെ നിബന്ധനമാക്കിക്കൊണ്ടുള്ളതാണോ, മറ്റേതെങ്കിലും ഒരു കാരണത്തെ ഉൾക്കൊണ്ടുള്ളതാണോ ഈ ജീവഭാവം, മറ്റൊരു ഉപാധിയെ ആശ്രയമാക്കിക്കൊണ്ടുള്ളതാണോ? ഉപാധി എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ. സ്വാഭാവികമായതാണോ ഈ ജീവതത്വം, ജീവഭാവം? അതല്ല ഏതെങ്കിലും ഉപാധി നിബന്ധനമാണോ? ഉപാധി നിബന്ധനം ഏതെങ്കിലും ഒരു ഉപാധി കണ്ടീഷനിങ്ങിലൂടെ കിട്ടുന്നതാണോ? അതുപോലെ ഈ സർവാത്മത്വം, അവസാനം പറയുന്നതായ ജീവത്വം, ഈശ്വരത്വം, സർവാത്മത്വം എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവം എന്താണ്? അത് ഗൗണം, ഇൻസിഡന്റൽ ആണോ? അതല്ല മുഖ്യം, പ്രൈമറി ആണോ, സെക്കൻഡറി ആണോ, പ്രൈമറി ആണോ എന്നുള്ള ചോദ്യം. അതിലേക്കൊക്കെ നമുക്ക് കിടക്കാം. ഗൗണമിഥ്യ എന്നൊരു സൂചനയുണ്ട്, വരാം. ഇവിടെ അധ്യാസം എന്നൊരു പദമുണ്ട്. ആത്മാവിൽ അധ്യസ്ഥമാകുന്നതാണ്, കൽപ്പിതമാകുന്നതാണ്. വാസ്തവികമായ സൃഷ്ടി അല്ലത്. ഒരു സർപ്പത്തിൽ രജ്ജു എന്ന പോലെ ഈ ആത്മാവിൽ സത്താസ്ഫുരണങ്ങളോട് കൂടി തോന്നുന്നതാണ് ഈ പ്രപഞ്ചം. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം എന്ന്. തന്നിൽ തന്നെ ഉള്ളതായ ഈ സത്തയും സ്ഫുരണവും നാനാത്വം ഉൾപ്പെടുന്നതായ പ്രപഞ്ചമായി പരിണാമമല്ല. പരിണാമം എന്ന് പറഞ്ഞാൽ വാസ്തവികമാകും. വിവർത്തഭാവം എന്ന് പറയും. പരിണാമം, വിവർത്തം. വാസ്തവികമായ മാറ്റമാണ് പരിണാമം, അവാസ്തവികമായ മാറ്റമാണ് വിവർത്തം. ഈ ടെക്നിക്കൽ ടേംസ് ചിലതൊക്കെ നാം പരിചയിച്ചിരിക്കണം. വിവർത്തം, പരിണാമം, അവയെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഈ അധ്യാസം എന്ന് പറഞ്ഞല്ലോ, കൽപ്പിതം എന്ന് പറഞ്ഞല്ലോ, അതെന്താ എന്ന് ചോദിച്ചാൽ, അധ്യാസം എന്നാൽ സ്മൃതി കാരണമായി, സ്മൃതി രൂപത്തിൽ ഒരിടത്ത് കണ്ടതിനെ മറ്റൊന്നിൽ കാണുക, ഒന്നിനെ മറ്റൊന്നായിട്ട് കാണുക. അത് തന്നെയാണ് ഈ പറയുന്ന അധ്യാസം. ഭാഷ്യകാരൻ, അതായത് ശങ്കര ഭഗവത്പാദർ ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന്റെ ആദ്യം ഒരു പൂർവപീഠിക ചമയ്ക്കുകയാണ്. അധ്യാസ ഭാഷ്യം എന്നാണ് അതിന് പേര്. അധ്യാസത്തെ അവിടെ അവതരിപ്പിക്കുകയാണ്. കാരണം ഈ അധ്യാസം എന്ന ഈ ഒരു ഫൗണ്ടേഷൻ, അതിലാണ് പിന്നീടുള്ള ബ്രഹ്മസൂത്ര വ്യാഖ്യാനം മുമ്പോട്ട് പോകുന്നത്.
സ്മൃതിരൂപഃ പരത്ര പൂർവദൃഷ്ട അവഭാസഃ. സ്മൃതിരൂപഃ, സ്മൃതി രൂപത്തിലുള്ള, സ്മൃതിയെപ്പോലെ തോന്നിക്കുന്നു ഓർമ്മ. പരത്ര പൂർവദൃഷ്ട അവഭാസഃ, മറ്റൊരു സ്ഥലത്ത് പൂർവദൃഷ്ടമായ നേരത്തെ കണ്ടതായ ഒരു തോന്നൽ, അതാണ് അധ്യാസം. ശുക്തികാരജതവത് അഭഭാസത്തെ എന്ന് അദ്ദേഹം ഉദാഹരണം നൽകുന്നു. ഭഗവാൻ ഭാഷ്യകാരൻ ഉദാഹരണം നൽകുന്നു. ശുക്തികാ രജതവത് അവഭാസത്തെ എന്ന്. ഏകശ്ചന്ദ്രഃ സദ്വിതീയവദിതി, രണ്ട് ഉദാഹരണം നൽകുന്നു. ചന്ദ്രനെ കാണുമ്പോൾ ചിലപ്പോൾ രണ്ട് ചന്ദ്രൻ ഉള്ളതായിട്ട് തോന്നും, ഭ്രാന്തി കാരണമായി. അതായത് കണ്ണിന്റെ ചില ദോഷം കാരണമായി സദ്വിതീയ ചന്ദ്രൻ, രണ്ട് ചന്ദ്രൻ ഉള്ളതായിട്ട് തോന്നുന്നു. അത് ഒരു തരം അധ്യാസമാണ്, തോന്നലാണ്, തെറ്റായ ജ്ഞാനമാണ്, അയഥാർത്ഥ ജ്ഞാനമാണ്. ശുക്തികാ രജതവത് അവഭാസത്തെ. ശുക്തികാ ചിപ്പി, പുറന്തോട്, മുത്തിന്റെ പുറന്തോട് ചിപ്പി. രജതവത് അവഭാസത്തെ, വെള്ളിയെ പോലെ തോന്നിക്കുന്നു. ദൂരെ നിന്ന് കാണുമ്പോൾ നല്ല സൂര്യപ്രകാശത്തിൽ ഈ ചിപ്പി, നമ്മൾ സാധാരണ കടൽ തീരത്തൊക്കെ പോയാൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ആ ചിപ്പി സൂര്യപ്രകാശത്തിൽ രജതം, വെള്ളി പോലെ അത് വെട്ടിത്തിളങ്ങും. അടുത്ത് ചെന്ന് നോക്കുമ്പോഴാണ് അത് കേവലം ശുക്തി മാത്രമാണെന്ന് നാം മനസ്സിലാക്കുന്നത്. ഈ അധ്യാസത്തെയാണ് അവിദ്യ എന്ന് പറയുന്നത്. ഈ ഏതം അധ്യാസം പണ്ഡിതാഹ അവിദ്യേതി മന്യന്തേ. ഈ അധ്യാസത്തെ ഇംഗ്ലീഷിൽ ഒരു വാക്ക് പറയുന്നു പണ്ഡിതന്മാരെല്ലാവരും, സൂപ്പർ ഇമ്പോസിഷൻ. ഇല്ലാത്ത ഒന്നിനെ ഒരു ആശ്രയത്തിൽ സൂപ്പർ ഇമ്പോസിങ് എന്ന് പറയും. സൂപ്പർ ഇമ്പോസ് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല. ആദ്യകാലം മുതൽക്ക് തന്നെ ഈ ബ്രഹ്മസൂത്ര ഭാഷ്യങ്ങളെല്ലാം മറ്റു ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത മഹാമനീഷികൾ എല്ലാവരും തന്നെ ഈ ഒരു വാക്കാണ് ഉപയോഗിച്ചത്, സൂപ്പർ ഇമ്പോസിഷൻ എന്ന് പറയുന്നത്. അധ്യാസം പണ്ഡിതാഹ അവിദ്യേതി മന്യന്തേ. അധ്യാസത്തിന് വശമതമാകുന്നതെല്ലാം അധ്യസ്തം. തദ് വിവേകേന ച വസ്തുസ്വരൂപ അവധാരണം വിദ്യാമാഹുഹു. കണ്ടോ, അവിദ്യയും വിദ്യയും രണ്ടിന്റെയും ലക്ഷണം ആചാര്യവാദർ ആദ്യത്തെ ആ ബ്രഹ്മസൂത്രത്തിന്റെ അവതരണ ഭാഷ്യത്തിൽ തന്നെ, അധ്യാസ ഭാഷ്യത്തിൽ തന്നെ അദ്ദേഹം വ്യക്തമാക്കി തരുന്നു. അധ്യാസം പണ്ഡിതാഹ അവിദ്യേതി മന്യന്തേ. ഈ അധ്യാസത്തെ അവിദ്യ എന്ന് പറയുന്നത്, ഇത് ഉറപ്പിച്ചു നിർത്തണം ഇത് മനസ്സിൽ. തദ് വിവേകേന ച, അതിനെ വിവേചനം ചെയ്ത് വസ്തുസ്വരൂപ അവധാരണം, വസ്തുവിന്റെ സ്വരൂപം, യഥാർത്ഥ സ്വരൂപം അവധാരണം, നിശ്ചയമാക്കുക, അതിനെയാണ് സംശയരഹിതമാക്കുക, അതിനെയാണ് വിദ്യാമാഹുഹു, വിദ്യ എന്നും പറയുന്നു. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് സമാധാനമായിട്ടാണ് ഇവിടെ ഈ ശ്ലോകം വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം. അതിൽ അസ്ഥി ആദ്യം പറഞ്ഞല്ലോ സത്താസ്ഫുരണം എന്നിവയ്ക്ക് ആ ആദ്യത്തെ ആ ഒരു സംശയത്തിന് മറുപടിയായിട്ട് തന്നെ ആദ്യ ശ്ലോകം അവതരിപ്പിക്കുകയാണ്. വിശ്വം ദർപ്പണ ദൃശ്യമാന നഗരീ തുല്യം നിജാന്തർഗതം എന്നു. തസ്മൈ ശ്രീ ദക്ഷിണാമൂർത്തയെ എന്ന് അവസാനിപ്പിക്കുന്നു. ശ്ലോകത്തിന്റെ വിശദീകരണം നമുക്കിനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടരാം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.